ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സാല ലേണിംഗ്. അഖില മിസ് ആണ്. അപ്പൊ നമ്മുടെ വെക്കേഷനൊക്കെ ഇതാ അവസാനിക്കാൻ പോവാണ് അല്ലെ. അപ്പൊ നമ്മുടെ EVSലെ ആദ്യത്തെ ചാപ്റ്റർ എന്താണ്, ആ ചാപ്റ്ററിന്റെ അകത്ത് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നൊക്കെ അറിയാനുള്ള ചെറിയൊരു ക്യൂരിയോസിറ്റി മക്കൾക്ക് എല്ലാവർക്കും ഇല്ലേ. അപ്പൊ നമ്മുടെ ആദ്യത്തെ ചാപ്റ്ററിന്റെ പേര് ഓൾറെഡി നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവും. ഓർഗാനിസംസ് ആൻഡ് സറൗണ്ടിങ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്, ജീവികളും ചുറ്റുപാടും അല്ലെ. അപ്പൊ നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടിനെ കുറിച്ച് പഠിക്കുന്ന ഒരു പാഠമാണ് നമുക്ക് ആദ്യം തന്നെ ഉള്ളത്. വളരെ സിമ്പിൾ അല്ലേടാ. നമ്മുടെ ചുറ്റുപാടും കാണാൻ നമുക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യങ്ങളാണ്. കുറെ കുളങ്ങളുണ്ട്, കുറെ പുഴകളുണ്ട്, കുറെ മരങ്ങളുണ്ട്. ഇതൊക്കെ ഒബ്സർവ് ചെയ്യുന്നു, കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നു. നിങ്ങൾ നോക്കിയേ, നിങ്ങളെ പോലെയുള്ള കുറെ കൂട്ടുകാരിതാ ഒരു കുളം നോക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. കുളത്തിൽ കുറെ മീനുകളെ കാണുന്നുണ്ട്, അതുപോലെ തന്നെ ഇതാ കുറെ പക്ഷികൾ ഇവിടെ കാണുന്നുണ്ട്. ആ ഒരു മരത്തിൽ കയറുന്ന അണ്ണാനെ നിങ്ങൾക്ക് കാണാം, ആമ ഇവിടെ ഇരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ മറ്റു തവളനെ കാണുന്നുണ്ട് അല്ലെ. കുറെ ജീവികളെ നിങ്ങൾ കാണുന്നുണ്ട്, കുറെ ചെടികളെ കാണുന്നുണ്ട്. കുളം എന്ന് പറയുമ്പോൾ തന്നെ അവിടെ വെള്ളമുണ്ട്. ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ് അല്ലെ. ഇപ്പൊ തന്നെ നമ്മൾ എന്തോരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ ഈ കുളത്തിന് നമ്മൾ പറയുന്ന ഒരു പേരുണ്ട്, എന്താണെന്നറിയോ? ഇതിന് നമ്മൾ വിളിക്കുന്ന പേരാണ്, കുളം ഒരു ആവാസ വ്യവസ്ഥയാണ് അല്ലെങ്കിൽ ഒരു ഇക്കോ സിസ്റ്റം ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ എന്താണ് ഒരു ഇക്കോ സിസ്റ്റം അല്ലെങ്കിൽ ഒരു ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ലാതെ സിസ്റ്റം ഓർ പ്ലേസ് വെയർ ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സ് ആർ ഡിപ്പെൻഡ് ഓൺ ഈച്ച് അതർ ഈസ് കോൾഡ് ആൻ ഇക്കോ സിസ്റ്റം. എന്താണ്? ജീവിയ അജീവീയ ഘടകങ്ങള് പരസ്പരം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു പ്രദേശത്തെയാണ് നമ്മൾ ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ ഇക്കോ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഇവരെങ്ങനെയാ പരസ്പരം ആശ്രയിക്കുന്നത്? എന്താ ഈ ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ? ഒന്നുമില്ല മക്കളെ, കുറേ ജീവനുള്ള ആൾക്കാരുണ്ട്, കുറേ ജീവനില്ലാത്ത ആൾക്കാരുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞ കുളത്തിൽ തന്നെ നിങ്ങൾ നോക്കിയേ, അവിടെ വെള്ളമുണ്ട്, അവിടെ കല്ലുകളുണ്ട്, അവിടെ സൂര്യപ്രകാശം കിട്ടുന്നുണ്ട്, അവിടെ വായു ഉണ്ട്, ഇനി അവിടെ ചെടികളുണ്ട്, അവിടെ ഈ പറയുന്ന എന്താണ് നമ്മൾ നേരത്തെ കണ്ട പക്ഷികളുണ്ട്, മീനുണ്ട്, തവളയുണ്ട് അല്ലെ. അപ്പൊ ഇതിൽ തന്നെ ഇപ്പൊ കുറെ പേര് ജീവനുള്ള ആൾക്കാരാണ്, കുറെ പേര് എന്താണ് ജീവനില്ലാത്ത ആൾക്കാരാണ്. ലിവിങ് തിങ്സും ഉണ്ട്, നോൺ ലിവിങ് തിങ്സും ഉണ്ട്. അപ്പൊ ഇവര് തമ്മിൽ പക്ഷെ എന്തുണ്ട്, ആശ്രയിക്കുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, വായു ഇല്ലെങ്കിൽ അവിടെ ജീവിക്കാൻ പറ്റുമോ? ഇല്ല. വെള്ളം ഇല്ലെങ്കിൽ നമ്മുടെ കുളത്തിൽ ജീവിക്കുന്ന മീനിന് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. ഇതൊക്കെ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. അങ്ങനെ ഇവർ ഒത്തൊരുമിച്ച് കഴിയുന്ന ആ ഒരു പ്രദേശത്തിനെ നമ്മൾ ഒരു ഇക്കോ സിസ്റ്റം അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥ എന്ന് വിളിക്കും. അപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, ഇതൊക്കെ കൂടുതലായിട്ട് എങ്ങനെ പഠിക്കാം? അതിന് വേണ്ടിയിട്ടാണ് മക്കളെ ഇതാ നമ്മുടെ സ്വന്തം പ്രാണ ബാച്ച് റെഡി ആയിട്ടുള്ളത്. ഇപ്പൊ പ്രാണ ബാച്ചിൽ ഇതുവരെ അഡ്മിഷൻ എടുക്കാത്ത ആളുകളോട് വീണ്ടും വീണ്ടും മിസ് പറയുവാണ്, ഈ ഒരു വർഷം നമുക്ക് CM കിഡ്സ് സ്കോളർഷിപ്പ് എക്സാം ഒക്കെ ഉള്ള ഒരു വർഷമാണ്. അപ്പൊ താല്പര്യമുള്ള ആളുകൾ അധികം ലേറ്റ് ആക്കാൻ വേണ്ടി വെക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾ പാരന്റ്സിനോട് ഡിസ്കസ് ചെയ്യുക. നമുക്ക് 2 തരം പ്ലാൻ ഒക്കെ ഉണ്ട്, ബേസ് പ്ലാനും ഇൻഫിനിറ്റി പ്ലാനും ഉണ്ട്. അപ്പൊ പാരന്റ്സിന് ഏറ്റവും നിങ്ങൾക്ക് സ്യൂട്ട് ആയിട്ടുള്ളത് എല്ലാം നോക്കണം അല്ലെ. അതിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആണെന്ന് തോന്നുന്ന പ്ലാനിലേക്ക് താല്പര്യമുള്ള ആളുകൾ വൈകിക്കാതെ ജോയിൻ ചെയ്യുക. കാര്യം നമുക്ക് തുടക്കം മുതൽ പഠിക്കണം, സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോകണം. എന്നാൽ മാത്രമേ നമുക്ക് ആദ്യം തന്നെ സിലബസ് ഒക്കെ കവർ ചെയ്തിട്ട് നമ്മുടെ സ്കോളർഷിപ്പിന് കൂടെ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ മാക്സിമം എല്ലാവർക്കും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഒരു കുഞ്ഞു പോയിന്റ് നിങ്ങൾക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ. അടിപൊളിയായിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കണം. സോ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പാരന്റ്സിനോട് പറഞ്ഞിട്ട് ഈ നമ്പറിൽ ഒന്ന് വിളിച്ചിട്ട് അവരുടെ കുറെ കൺഫ്യൂഷൻസ് ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് തീർക്കാൻ പറയാ. എന്നിട്ട് പെട്ടെന്ന് നമ്മുടെ പ്രാണ ബാച്ചിൽ വരാം. അടിപൊളിയായിട്ട് നമുക്ക് എല്ലാ സബ്ജക്റ്റും സെറ്റ് ആയിട്ട് പഠിക്കാം. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ ബാച്ചിൽ കാണാം. ബൈ.